കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത് വിളവെടുപ്പോ പൂക്കളെ കാണിക്കലോ അല്ലെ നടീലോ ഒന്നുമല്ല. ഇന്ന് ഞാൻ വരുന്നത് ഒരു പ്രത്യേക ഞാൻ എന്നൊരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാ. ഇതാ ഈ ബോട്ടിൽ കണ്ടില്ലേ, പ്ലാസ്റ്റിക് ബോട്ടിൽ സ്പ്രൈറ്റ്, ഇങ്ങനെയുള്ള സോഡ, ഇങ്ങനെ പല കുപ്പികൾ ഉണ്ടാവില്ല വീട്ടിൽ. ഇത് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയരുത്. ഇതിന് നല്ല ഉപകാരമുള്ള സംഭവം ഉണ്ടാക്കാൻ പോവുക. എന്നാൽ ഇവർ നിങ്ങൾക്ക് കാണാനോ, ഈ നീളമുള്ള കുപ്പി കണ്ടില്ലേ, ഈ കുപ്പിന്റെ ഈ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്യുന്നു. വേഗം മുറിക്കാനാവും, നല്ല മൂർച്ചുള്ള കത്തിയാണ്, എന്താണെന്നറിയത്തും കഴിയും. ഇതാ കട്ട് ചെയ്തു. നല്ല ബലം പിടിക്കൊന്നും വേണ്ട, വേഗം മുറിയും. ഇതാ ഇതേപോലെയുള്ള ഒരു പീസ് എടുത്തു. ബാക്കി ഭാഗം ഇതാ. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, അതിൻ്റെ കുറച്ച് ഇത്രയും കൂടെ കയറ്റി മുറിക്കണം കേട്ടോ. ഇതാ ഈ ഭാഗം ബാക്കിയുണ്ട്. ഇനി ഈ ഭാഗം ബാക്കിയുള്ളത് കൊണ്ട് ഇനി ഇതിൻ്റെ ഈ റൗണ്ട് ഭാഗമല്ലേ, ഈ റൗണ്ട് ഇതൊന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. ഈ റൗണ്ട് ഇതാ ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ എടുക്കുക. കത്തി സ്പീഡാക്കിയാൽ മതി, കുറച്ച് കൈ കൊണ്ടോ. ഇതാ ഇത്രയും ഹോൾസ് ഉണ്ടാക്കി. ഈ ഹോൾസ് ഉണ്ടാക്കിയത് നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ട്, ഇത് കണ്ടില്ലേ കുപ്പി, ഇതിൻ്റെ ഇതൊക്കെ കളയാം. ഇതൊന്നും നമുക്ക് വേണ്ട, ഇതൊക്കെ പൊട്ടിച്ച് കളയാം. നല്ല മൂർച്ചുള്ള കത്തി, എനിക്ക് തന്നെ കൈ മുറിയാൻ പോയി. ഇതാ ഇത്രയും ബാക്കിയുണ്ടല്ലോ, അത് ഇവിടെ ഇങ്ങനെ ഇറക്കി വെക്കുക. ആ പാകത്തിന് ഞാൻ ഒന്നും കൂടി കട്ട് ചെയ്യട്ടെ കേട്ടോ. ഇതാ ഇങ്ങനെ ഇറക്കി വെക്കുന്നത് ഞാൻ പാകത്തിന് ഒന്നും കൂടി കട്ട് ചെയ്യട്ടെ. ഇതാ ഉണ്ടാക്കിയേ കണ്ടോ. ഇനി ഇതിൽ മണ്ണ് നിറച്ച് നല്ല പൂച്ചെടി വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇത് അവിടെ ഇങ്ങനെ വെക്കാം, കണ്ടില്ലേ, ഇങ്ങനെ വെച്ചാൽ അങ്ങനെ നിൽക്കും. അങ്ങനെ ഞാൻ ഇതാ കുപ്പി തിരിച്ച് പിടിച്ച് ഞാൻ വെട്ടിയതും ഒട്ടിച്ചതൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ചെടി നട്ടു, എന്തൊരു ഭംഗിയുള്ള ചെടിയാ നട്ടെന്നറിയാം. ഇതിൽ നിന്ന് വളർന്ന് ഇതിങ്ങനെ ശാഖയൊക്കെ ഉണ്ടായി, ഇങ്ങനെ ചുറ്റും മേലങ്ങ് കട്ട് ചെയ്താലുണ്ടല്ലോ ശാഖ ഉഷാറായിട്ട് വരും. ഒന്ന് വളർന്ന് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ 4 എണ്ണം ഞാൻ ഉണ്ടാക്കി. കണ്ടില്ല, 4 എണ്ണം. അപ്പൊ കുപ്പിന് വേസ്റ്റ് കുപ്പി ഒന്നും ആരും ചാടാൻ നിൽക്കണ്ട, ഇങ്ങനെയുള്ള നല്ല അടിപൊളിയായി ഉണ്ടാക്കാം. ഒന്ന് കട്ട് ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ. കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നില്ലേ. ഇതാ നല്ല അടിപൊളി ചെടി. ഇനി ഞാൻ ഇത് നമുക്ക് അകത്ത് മേശപ്പുറത്തൊക്കെ വെക്കാം, നല്ല ഭംഗിയാ. ഇത് ഞാൻ വളർന്നു വരുന്നതും എല്ലാം ഞങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ വേസ്റ്റ്. ഇങ്ങനെ കുപ്പി കിട്ടാനില്ലാത്തവർ റോഡ് സൈഡിലൊക്കെ നിറച്ചുണ്ടാവും ഇങ്ങനത്തെ കുപ്പി കൊണ്ട് ബുദ്ധിമുട്ടായി കിടക്കുന്ന. ഇത് ഒന്നും കൂടി വലുതൊക്കെ ഉണ്ട് കേട്ടോ, വലിയ കുപ്പിയുണ്ട്. ഞാൻ ചെറിയ കുപ്പി കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഒന്ന് മാത്രമേ ഞാൻ വലിയ കുപ്പി കൊണ്ട് ഉണ്ടാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ചെറിയ കുപ്പി കൊണ്ടാണ്ടോ. എന്താ ഭംഗി, ചെടിൻ്റെ ഭംഗി അങ്ങ് കണ്ടില്ലേ. കുപ്പി കൊണ്ട് ഉണ്ടാക്കി വെച്ചത് അടിപൊളിയായില്ലേ. ഒരേപോലത്തെ ചെടി, ഇലച്ചെടിയാണ് ഞാൻ വെച്ചത്, ഒരേപോലത്തെ. ഇനി ഇത് മേലെ വളർന്നു കഴിഞ്ഞ് ഞാൻ മേൽഭാഗം ചെറുതായിരുന്നു കട്ട് ചെയ്താൽ ചെടിൻ്റെ അപ്പം അത് ബുഷിയായിട്ട് ചുറ്റും ശിഖരങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല ഈ ചെടി അങ്ങ് മൂടും കുപ്പിയെ. നല്ല അടിപൊളി. എൻ്റെ കയ്യിൽ ഇത്ര കുപ്പിയേ ഉള്ളൂ. ഇനി ഞാൻ കുപ്പി ശേഖരിക്കണം. ഇതിപ്പോൾ എവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ റോട്ടുമലൊക്കെ ഉണ്ടാവും. ഞാനത് റോട്ടുമെന്ന് പെറുക്കിയത്, അതിൻ്റെ അടുത്ത് ഇല്ല. ഇപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ഭംഗിയുണ്ടാവും. നീ അടുത്ത് ഞാൻ ഏത് ചെടിയാണ് നടുന്നതെന്നറിയോ, കാണിച്ചു തരാം. ഈ ഡെയ്സിയാണ് ഞാൻ അടുത്തത് 4 കുപ്പിയിലേക്ക് നടാൻ പോകുന്നത്. നല്ല ഭംഗിയുണ്ടാവും, കുപ്പി തിളങ്ങും. ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഞാൻ നടാൻ പോകുന്നുണ്ട്. അത് ഞാൻ അടുത്ത ആഴ്ച ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.